ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു ചപ്പാത്തിയും കിഴങ്ങറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചുമ്മക്ക് ഇന്ന് ചപ്പാത്തി കൊടുത്ത് വിടാമെന്ന് കരുതി ഇന്നലെ ഞാൻ കിഴങ്ങൊക്കെ പുഴുങ്ങി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് മാവും കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊണ്ട് ഞാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ ചമ്മിപ്പോയി. ഇന്നത്തെ അച്ഛന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. ബസ് സമരം ആയതുകൊണ്ട് അച്ഛമ്മോൾ എന്നും ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ എന്നാൽ അങ്ങ് കിച്ചണിൽ കയറിയേക്കാന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഇച്ചിരി ചമ്മലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറയിൽ ഫേസ് ചെയ്യുമ്പം. അപ്പം ഞാനും അച്ഛമോളും കൂടെയാണ് കെയർ ചെയ്ത് കേട്ടോ അടുക്കളയിൽ. ഇത് കണ്ടോ, മല്ലിയില ഒരു 1.5 ആഴ്ചയായി കാണും കേട്ടോ ഈ മല്ലിയില ഞാൻ വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ വേര് സഹിതം നല്ല വൃത്തിയായിട്ട് ഒലച്ച് കഴുകി നമ്മൾ ആ ചെറിയൊരു ജലാംശത്തോടു കൂടി തന്നെ ഇതുപോലൊരു ടിന്നിൽ ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് ഒത്തിരി നാളിരിക്കും കേട്ടോ. കേടുകൂടെ നല്ല പച്ച ഇലയായിരുന്നു, ഫ്രഷ് ആയിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കിഴങ്ങറിയിൽ ഞാൻ എൻ്റെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, എങ്കിലും നല്ല കുറുകുറാന്ന് കിട്ടുന്നുണ്ട്. അത് പുഴുങ്ങി നമ്മൾ അരിഞ്ഞിട്ട കിഴങ്ങ് കറി വയ്ക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് മസാലയൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒരു 2 പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് നല്ല ചൂടോട് കൂടി തന്നെ കഴിച്ചു. അപ്പോൾ ചപ്പാത്തി ഞാൻ പരത്തി കൊടുത്തു. അച്ചുമോളാണെന്ന് ചുട്ടെടുത്തത് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.